കുലിക്കല്ലൂരിൽ റോഡരികിൽ സ്ഥിരമായി കക്കൂസ് മാലിന്യം തള്ളുന്നവരെ വീട്ടിൽ പോയി പൊക്കി പഞ്ചായത്ത് അധികൃതരും പോലീസും. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ഈ സാമൂഹ്യ വിരുദ്ധരെ കയ്യോടെ പിടികൂടാനായത്. വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊപ്പം പേങ്ങാട്ടിരി റൂട്ടിൽ കുലിക്കല്ലൂർ റെയിൽവേ ഗേറ്റ് മുതൽ ഇടതറ വരെയുള്ള ഭാഗങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് ഒരു വർഷത്തോളമായി തുടർന്നു വരുന്നുണ്ട്. ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഇത് കാരണം ജനങ്ങൾ നേരിട്ടിരുന്നു. പൊറുതിമുട്ടിയ നാട്ടുകാർ ദിവസങ്ങളോളമാണ് ഈ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാൻ രാത്രിയിൽ കാവലിരുന്നത്. എന്നാൽ ഇടവിട്ട ദിവസങ്ങളിലെത്തി മാലിന്യം തള്ളുന്ന ഇവർ നാട്ടുകാർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രശ്നം ഗൗരവമായി എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്ററും 12ാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മുംതാസ് ലൈലയും രേഖാമൂലം ചെർപ്പശ്ശേരി പോലീസിൽ പരാതി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പോലീസും നാട്ടുകാരും ചേർന്ന് മുളയങ്കാവ് മുതൽ പേങ്ങാട്ടിരി ചെർപ്പശ്ശേരി പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മാലിന്യം തള്ളിയ വാഹനത്തെക്കുറിച്ച് വിവരം ലഭിക്കുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജൻ പൂതനായിൽ, നിസാർ മപ്പാട്ടുകര, മുംതാസ് ലൈല, മെമ്പർമാരായ അലി മക്കടയിൽ, സാജൻ KK എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ അന്വേഷണത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ആലിപ്പറമ്പ് പള്ളിക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം കണ്ടെത്തുകയുമായിരുന്നു. അന്വേഷണത്തിൽ മാലിന്യം തള്ളുന്നത് ആലിപ്പറമ്പ് പള്ളിക്കുന്ന് സ്വദേശിയായ ജോസ് എന്ന മജീദ് ആണെന്നും കണ്ടെത്തി. ഇയാളെയും ലോറിയും ചെർപ്പശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടാങ്കർ ലോറിയിൽ പ്രത്യേക വാൽവും പൈപ്പും ഉൾപ്പെടെ സജ്ജീകരിച്ചാണ് സ്ഥിരമായി റോഡരികിൽ മാലിന്യം തള്ളുന്നത്. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. വളരെ മാസങ്ങളോളമായി കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കൊപ്പം പേങ്ങാട്ടിരി റോഡിൻ്റെ കുലിക്കല്ലൂർ ഗേറ്റിന് സമീപത്ത് കക്കൂസ് മാലിന്യങ്ങൾ കൊടുന്ന് രാത്രികാലങ്ങളിൽ തള്ളി പരിസരം മലീമസമാക്കുന്ന ഒരു സംഘത്തെ കയ്യോടെ പിടികൂടാൻ പോലീസിൻ്റെ സഹായത്തോടു കൂടി സാധ്യമായി. കുലിക്കല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യത്തിൽ വളരെ പ്രയാസത്തിലായിരുന്നു. കാരണം ദിവസവും അർദ്ധരാത്രി വന്ന് ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളിപ്പോകുന്നത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി തന്നെ ഇതിനെതിരെ തീരുമാനമെടുക്കുകയും ചെർപ്പശ്ശേരി CIക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി CCTV ക്യാമറകൾ പരിശോധിക്കാനുള്ള ഞങ്ങൾക്ക് അവസരം കിട്ടി. അതിൽ നിന്നൊക്കെ കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസിൻ്റെ സഹായത്തോടു കൂടി മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് ജോസ് മജീദ് എന്ന് പറയുന്ന ഒരാളെ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ അവിടെ ഈ കക്കൂസ് വേസ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഏതാനും സമയത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ മലീമസമാക്കുന്ന ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനോട് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിയും ആവശ്യപ്പെടുകയുണ്ടായി. ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു വർഷമായി ഈ പ്രദേശത്ത് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അത് കൃത്യമായി വാച്ച് ചെയ്യുകയും പോലീസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത് പോലീസിന്റെ സഹായത്തോടു കൂടി ഇന്നലെ മുതൽ CCTV ക്യാമറ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് CCTV ക്യാമറ പല പ്രദേശത്തും നമ്മൾ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഈ പ്രദേശത്ത് ഈ ആലിപ്പറമ്പ് പ്രദേശത്ത് പോയി അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വണ്ടി ലഭിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇത് വളരെ ദയനീയമായ അവസ്ഥയാണ്. മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് ഒരു പാടത്താണ്. മഴക്കാലം വരാൻ പോവുകയാണ്. ആ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അതിന്റെ സമീപത്തുള്ള തോടുകൾ മലിനമായി നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ കുടിവെള്ളമടക്കം മാലിന്യമായി മാറാൻ പോവുകയാണ്. ഇത് പഞ്ചായത്തിലുടനീളം ഭീകരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും അടിയന്തരമായി പോലീസുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്തിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വണ്ടി പിടിക്കാൻ കാരണമായത്. നമ്മുടെ പഞ്ചായത്തിൽ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. ആ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിലെ വാഹനങ്ങളുടെ എല്ലാ വിവരങ്ങളും കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭ്യമായിട്ടുണ്ട്. തുടർന്നുള്ള വേളകളിൽ ആ വാഹനങ്ങൾ കൂടി പിടിക്കുന്നതിനാവശ്യമായ നടപടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.